ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ പ്രകാരം ടൈം ടേബിൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടൈം ടേബിൾ 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. അപ്പോൾ ഈ ഒരു ടോപ്പിക് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഫുൾ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിനകത്ത് ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് റെഫറൻസ് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് +2 അധ്യായം 3 സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991 മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. അതേപോലെ തന്നെ SCRTയിലെ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നമ്മളുടെ എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഈ 2 പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം 1990 വരെ, അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടക്കുകയാണ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് ഉണ്ടാവുകയാണ്, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുമൂലം നമുക്ക് എന്താണ് ഇന്ത്യക്ക് എന്ത് ചെയ്യാണ്, സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ലോക ബാങ്ക്, വേൾഡ് ബാങ്കിലെ, അതേപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നൊക്കെ, അതേപോലെ ഈ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് കടം ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ കടം തരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സർട്ടൻ ഡിമാൻഡ്സ് ഇന്ത്യ അംഗീകരിക്കണം, എങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സാമ്പത്തിക രംഗത്തിൽ വളരെ എന്താ പറയുന്ന അഴിച്ച് പണി നടത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ആ സമയത്ത് ഒരു സാമ്പത്തിക പരിഷ്കാരം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പുതിയ സാമ്പത്തിക നയം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്വസ്ഥത, അതേപോലെ തന്നെ നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, അതേപോലെ വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി. അതായത് നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ അമേരിക്കൻ ഡോളേഴ്സ്, യൂറോ, പൗണ്ട്, ഇതൊക്കെ വിദേശ നാണയങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്യും, കരുതി വെക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ RBI ബാങ്ക് നമുക്ക് ക്യാഷ് എത്ര വേണമെങ്കിലും അടിച്ച് നമ്മുടെ ആവശ്യത്തിന്, അതായത് നമുക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് RBI ക്യാഷ് അടിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക മാന്ദ്യം തീരും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അതിന് ക്യാഷിന് വിലയുണ്ട്, നമുക്ക് മൂല്യമുണ്ട്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമുക്കൊരു മൂല്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിനോ ഗോൾഡോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിദേശ നാണയം നമ്മുടെ കയ്യിലുണ്ടാകും. അതിനനുസരിച്ചുള്ള മാത്രമാണ് ക്യാഷ് നമ്മൾ ചെയ്യുള്ളൂ, അച്ചടിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ വിദേശ വരുമാനം എന്ത് ചെയ്യാണ്, അവരെ ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ ശേഖരം കുറഞ്ഞു. അങ്ങനെ 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് തന്നെ ഗൾഫ് യുദ്ധം നടക്കുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ പതുക്കെ വളർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. അനാവശ്യമായിട്ടുള്ള വർധനവ്, അതായത് അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഇതുകൊണ്ടൊക്കെ കാരണമാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉണ്ടായത്. അപ്പം നമുക്ക് പറയാം, താഴെ പറയുന്നവയിൽ പുത്തൻ സാമ്പത്തിക നയം ഉണ്ടാവാനുള്ള കാരണത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടായ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യാണ്, ലോക ബാങ്കിനെയും അതേപോലെ തന്നെ IMFനെയും സമീപിച്ചു. അവിടെ നിന്ന് ഇന്ത്യക്ക് ഫണ്ട് തരികയാണ്. പക്ഷേ അവർ പറയാണ്, ഈ വ്യാപാരത്തിന് മേലിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക എന്നിവയായിരുന്നു പ്രധാന ഉപാധികൾ. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിലെ കാര്യങ്ങളാണ് സമ്പദ് വ്യവസ്ഥയൊക്കെ കംപ്ലീറ്റ് ആയിട്ടും പ്രൈവറ്റ് സെക്ടറിനും ഇൻക്ലൂഡ് ചെയ്യുക, വിദേശ കച്ചവടങ്ങൾക്ക് കൂടി ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അങ്ങനെ ആദ്യമായിട്ട് NEP 1991 ഇന്ത്യ വ്യാപകമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പം 2 ഭാഗങ്ങളടങ്ങിയ ഒരു പരിപാടിയായിരുന്നു ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. എന്തൊക്കെയായിരുന്നു? NEP സമ്പ്രദായം, നൂതന സാമ്പത്തിക നയം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 കാര്യം. ഒന്നാമത്തത് സുസ്ഥിരവൽക്കരണ നടപടികൾ അല്ലെങ്കിൽ
സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആ പേരിൽ തന്നെ വരുന്നുണ്ട്. ഹ്രസ്വകാല നടപടികളാണിവ. പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ ഉദ്ദേശം. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഫസ്റ്റ് കൊണ്ടുവന്ന എന്താണ്? സുസ്ഥിരവൽക്കരണ നടപടികൾ. ഇതെന്താണ്? ഹ്രസ്വകാലമാണ്. ഹ്രസ്വകാലം എന്ന് പറഞ്ഞാൽ ദീർഘകാല പരിപാടികളായിരിക്കും. പണപ്പെരുപ്പം തടയാൻ വേണ്ടിയിട്ടും ഒപ്പം എന്താണ്? ശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം വരുന്നത്. ഇനി അടുത്ത പോലെ തന്നെ രണ്ടാമത്തത് ഘടനാപരമായ നീക്കുപോക്കുകൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ദീർഘകാല പരിപാടികളാണ്. സർക്കാർ ഇതിനായിട്ട് വിവിധങ്ങളായ നയങ്ങൾ കൊണ്ടുവന്നു. ഹ്രസ്വകാല നടപടികളായിരുന്നു ഇവയെല്ലാം. പണപ്പെരുപ്പം തടയുകയും അടവുശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം. രണ്ട് കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മാർക്കിലാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ഒരുപാട് കൺട്രോൾസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി സർക്കാരിൻ്റെ ഇടപെടലുകൾ കുറയ്ക്കുക, അതിന് ഫ്രീഡം കൊടുക്കുക, സ്വതന്ത്രമാക്കുക എന്നുള്ളൊരർത്ഥം അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? വ്യവസായ മേഖലയിൽ എന്തൊക്കെ കൊണ്ടുവന്നു? വ്യാവസായിക മേഖലയെ നിയന്ത്രണാതീതമാക്കി. അതായത് വ്യാവസായിക മേഖലയെ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്? ലൈസൻസ്, അതായത് ഒരു കാര്യം തുടങ്ങണമെങ്കിൽ ഒരുപാട് ലൈസൻസും പേപ്പറും പുലിവാല് വിളിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണമായിരുന്നു. അതൊക്കെ നിർത്തി വെക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ടും പൊതുമേഖലയ്ക്ക് ഒരു സംവരണം, അതായത് വ്യവസായങ്ങളുടെ എണ്ണമുണ്ട് കുറച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ റെയിൽവേ അല്ലേ, അത് നമ്മുടെ ഗവൺമെൻറ്റിന് മാത്രമാണ്. പക്ഷെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റിക്ക് നോക്കുവാണെങ്കിൽ നടപ്പ് അവകാശമൊക്കെ പ്രൈവറ്റ് സെക്ടറിലെ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പൊതുമേഖലയ്ക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തിരിക്കുന്ന വ്യവസായങ്ങളുടെ എണ്ണങ്ങളൊക്കെ വെട്ടിക്കുറിച്ചു. പ്രതിരോധം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രം വെച്ചു. പിന്നെ നമ്മളുടെ ജീവനും ഒക്കെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്തുക്കളുടെ നിർമ്മാണമൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ചു. ബാക്കിയുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് കൊടുക്കുകയാണ്. പിന്നെ MRTP, FERA എന്നിവ ഭേദഗതി വരുത്തി. പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നൽകി. നമുക്ക് താരിഫും ഇറക്കുമതി ചുങ്കം ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ചു. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ അവർ കൊണ്ടുവന്നു. ഇനി അടുത്തത് ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. അപ്പം ധനകാര്യ മേഖലകളിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസ് ഉദാരവൽക്കരിച്ചു. ബാങ്ക് ബ്രാഞ്ചുകൾ നമ്മുടെ പ്രൈവറ്റ് ബാങ്കിനും ഇവിടെ അവസരം കൊടുത്തു. ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. RBI ആണല്ലോ ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെ, സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ചില ഡിസിഷൻസ് ഒക്കെ ബാങ്കിന് തന്നെ, പ്രൈവറ്റ് ബാങ്കിന് തന്നെ എടുക്കാനുള്ള ഒരു അനുമതി എന്ത് ചെയ്യാണ്? അവർക്ക് കൂട്ടി. പിന്നെ വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. നമ്മളുടെ നാട്ടിൽ ഇപ്പം തന്നെ നമുക്കറിയാം വിദേശത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ബാങ്കുകളൊക്കെ ഉണ്ട്, അല്ല, നമ്മുടെ ICICI പുതുതലമുറ ബാങ്കുകൾ പോലുള്ള ബാങ്കുകൾക്കൊക്കെ ഇന്ത്യയിൽ അനുവാദം കൊടുക്കുകയാണ്. അതുപോലെ CRR, SLR ഒക്കെ കുറച്ചു. ഇൻഷുറൻസ് മേഖല എന്ത് ചെയ്യാണ്? ഇൻഷുറൻസ് മേഖല പ്രൈവറ്റൈസേഷൻ ചെയ്തു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറയ്ക്കുക, ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഗവൺമെൻറ് കൊണ്ടുവന്ന ഒന്നാണ് നികുതി പരിഷ്കാരങ്ങൾ. നമുക്കറിയാം പണ്ട് എന്താണ്? ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നുള്ള പല നികുതികളും ഉണ്ടായിരുന്നു. അവയെല്ലാം കുറച്ചു. പിന്നീട് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ GST, അല്ല ഉൽപ്പാദിപ്പിക്കുമ്പോൾ GST എല്ലാം എന്താണ്? ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ആ ടാക്സുകളെല്ലാം നിർത്തിക്കൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ് 2017 ജൂലൈയോട് കൂടിയിട്ട് എന്തുവാണ്? നിലവിൽ വരുവാണ്. GST കൊണ്ടുവന്നു. പിന്നീട് വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ. എങ്ങനെയാണ് വിദേശ വിനിമയ കമ്പോളങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ നമ്മുടെ രൂപയുടെ മൂല്യം കുറയ്ക്കുകയാണ്. അതേപോലെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, സുസ്ഥിര വിനിമയ നിരക്കിന് പകരം ഫ്ലെക്സിബിൾ വിനിമയ നിരക്കാക്കി. പിന്നെ വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങളിലെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇറക്കുമതി അളവ് ക്വാട്ട എന്ന് പറയും. അതായത് വെളി രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മിനിമം ഫിക്സഡ് റേറ്റ് ഉണ്ടായിരുന്നു. ഇത്ര അല്ലെങ്കിൽ ഇത്ര, ഇപ്പം ഒരു വസ്തുക്കൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും അവർ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റ് ഇവിടെ ഇറക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. ആ ഒരു ക്വാട്ട, ആ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പം ഇറക്കുമതിയിൽ എന്ത് ചെയ്തു? ഇവർ ഇതേപോലെ തന്നെ ഉദാരവൽക്കരിച്ചു. പിന്നെ താരിഫ് നിരക്ക് കുറച്ചു. അതായത് നമ്മൾ ഇവിടെ ഒരു എമൗണ്ട് പേ ചെയ്യണം, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഇവിടെ ഒരു എമൗണ്ട് കുറയണം, അത് കുറച്ചു.
അതുപോലെ കയറ്റുമതി നികുതിയൊക്കെ നിർത്തലാക്കുകയൊക്കെ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്വകാര്യവൽക്കരണത്തെ കുറിച്ചിട്ടാണ്. സർക്കാർ പര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ കമ്പനികൾക്ക് കൂടി നൽകുന്നതിനെയാണ് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് സർക്കാർ പിൻവലിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. അതിനെ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത കംപ്ലീറ്റ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എന്ത് ചെയ്യണം, ഗവൺമെന്റ് പ്രൈവറ്റിന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഓഹരി ഇല്ലേ, നമ്മളെ ഷെയർ, അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. 2 രീതിയിലാണ് വരുന്നത്. ഇനി നിക്ഷേപ മോചനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക, വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്ക് ശേഷി വർദ്ധിപ്പിക്കുക, ഗവൺമെന്റിന്റെ വരുമാനം FDI പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് മുമ്പ് ഒരുപാട് ടേംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ നോക്കിക്കേ നിങ്ങൾ, നൂതന സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി, അതായത് ഈ പറയുന്ന നമ്മളുടെ സാമ്പത്തിക നയത്തിൽ വന്നൊരു പ്രത്യേകതയാണ്, പുതിയ സാമ്പത്തിക ഭദ്ര അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ ഫീൽഡ് അല്ലെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവർക്ക് ഓട്ടോണോമി പദവി കൊടുക്കുകയാണ്. നമ്മൾ പറയാം ഓട്ടോണോമസ് കോളേജസ് എന്നൊക്കെ പറയും. ഇപ്പം അതുപോലെ സ്വയം ഭരണ പദവി നൽകുകയാണ്. അങ്ങനെ ഇവര് നവരത്നാസ്, ശ്രദ്ധിച്ചേ, നവരത്നാസ്, അതുപോലെ മിനി രത്നാസ് എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കുകയാണ്. നവരത്നാസ്, മിനി രത്നാസ്. നവരത്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IOC, HDL, BPCL, ONGC, സെയിൽ. അപ്പം നമ്മളുടെ ഏതൊക്കെയാണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലെ സ്റ്റീൽ ലിമിറ്റഡ്, then ഭാരത് തുടങ്ങിയ ONGC, BPCL, ഇവരെയൊക്കെ പ്രധാനമായിട്ടും വരുന്ന നവരത്നങ്ങളിലെ പ്രധാനപ്പെട്ടവയാണ്. ഓട്ടോണോമി പദവി നൽകിയ ഗവൺമെൻറ് കൊടുത്ത മേഖലകളാണ് IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, അതുപോലെ സ്റ്റീല്, BPCL, ONGC ഒക്കെ ഈ പറഞ്ഞ നവരത്നങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് വരുന്നതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് ആഗോളവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ എന്താണ്, രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, അതേപോലെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വെളിയിൽ കൊണ്ടുപോവുക, സേവനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, ഷെയർ ചെയ്യുക, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ, ഇവയൊക്കെ ദേശീയ അതിർത്തിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ആഗോളവൽക്കരണ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടിലിപ്പം നമ്മുടെ അച്ഛനും ആണെങ്കിൽ ആ ചേട്ടനൊക്കെ ആണെങ്കിൽ അവർ ഗൾഫിൽ പോയി വർക്ക് ചെയ്യുന്നു, അവിടുത്തെ മണി ഇങ്ങോട്ടേക്ക് വരുന്നു, അവരുടെ സർവീസ് അവിടെ സർവീസ് കൊടുക്കുന്നു. അതൊക്കെ എന്താണ്, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതേപോലെ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയുന്നതിലൂടെയുള്ള കമ്പോള വികസനം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പുറം വാങ്ങൽ അഥവാ പുതും കരാർ, ഔട്ട്സോഴ്സിങ്. അതായത് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആഗോളവൽക്കരണ ഒരു പ്രധാനപ്പെട്ട ഒരു ഫലമായിരുന്നു പുറം വാങ്ങൽ എന്ന് പറയുന്നത്. അതായത് പുറമേ നിന്ന് സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമുക്ക് സേവനങ്ങളാകട്ടെ ഒരു കമ്പനിയുടെ ബാഹ്യ ഉറവിടങ്ങളിൽ നിന്ന് നടക്കുകയാണ്. വികസിത രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ പലതരം സേവനങ്ങളും ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണമായിട്ട് അക്കൗണ്ടിങ്, ലീഗൽ സർവീസ്, എഡിറ്റിംഗ്, ആനിമേഷൻ. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോഴത്തെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മളുടെ ചേച്ചിമാരല്ലെങ്കിൽ നമ്മളൊക്കെ ട്യൂഷൻസ് കൊടുക്കും, ഓൺലൈൻ ട്യൂഷൻസ്. എന്താ, ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലെ കുട്ടികൾക്ക് നമ്മൾ ട്യൂഷൻ എടുക്കും, അല്ലെ UAE കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതൊരു സർവീസാണ്, നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. അതുപോലെ IT ഒക്കെ പ്രധാനമായിട്ടുള്ള സേവനങ്ങളൊക്കെയാണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ്, കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികൾ ലഭിക്കും. അതായത് അവരുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ അവിടെ മൂല്യം കൂടുതലാണ്. അപ്പോൾ അവിടെ ചെറിയൊരു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ $, ഏകദേശം ഒരു $100 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു 7000 രൂപയുടെ അടുത്ത് വരും അല്ല, 7000 രൂപ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചുള്ള 7000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് കമ്പനി ആളുകൾക്കാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, അതൊരു നല്ലൊരു എമൗണ്ട് തന്നെയാണ് അല്ലേ.
അതേപോലെ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടും, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം മുതലായവയൊക്കെ ഇതിന് കിട്ടുന്ന കാര്യമാണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ പറയുന്ന WTO, ലോക വ്യാപാര സംഘടന. നമുക്കറിയാം 1995 ഇത് രൂപം സ്ഥാപിക്കപ്പെടുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ അതായത് 1948 രൂപം കണ്ട ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് WTO നിലവിൽ വന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള എയിംസ്? അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ കൊടുക്കുക, വ്യാപാര രംഗത്ത് താരിഫ് ഇത്തരം നിയന്ത്രണം, നമ്മൾ ക്വാട്ടാസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ല, ഇറക്കുമതി ചുങ്കം അതുപോലെ നിയന്ത്രണമൊക്കെ എടുത്ത് മാറ്റുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ WTOയുടെ നേട്ടങ്ങൾ. ഇനി നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1991 പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ് GDP വർദ്ധിച്ചു. അപ്പോൾ 1980 5.7% 2016 ആയപ്പോഴത്തേക്കും എത്രയായി? 7.6% ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ഇന്ത്യയുടെ 1980 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്ന് ചോദ്യം വരാം, ചാൻസ് ഉണ്ട്. 5.7%. ഇനി വിദേശ നിക്ഷേപം വർദ്ധിച്ചു. 1991 $103 ദശലക്ഷം ആയിരുന്നു. ഇപ്പോൾ എത്രയായി? നമുക്ക് 2243 ലക്ഷം ദശലക്ഷം ആയിട്ട് വർദ്ധിച്ചു. നമ്മുടെ വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, കയറ്റുമതി ധാരാളമായിട്ട് വർദ്ധിച്ചു, ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു, 22% കുറഞ്ഞു. ഇനി ഒപ്പം തന്നെ ഇതിന് പ്രധാനമായിട്ടുള്ള ദോഷമേഖലകൾ പ്രധാനമായിട്ടും ബാധിച്ചിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയായിരുന്നു. പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാർഷിക മേഖലയായിരുന്നു. അതായത് നമുക്കറിയാം വെറും 3% വളർച്ചാ നിരക്ക് മാത്രമാണ് അന്നും ഇന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടൊക്കെയാണ്? അതായത് കാർഷിക സബ്സിഡികളൊക്കെ ഭയങ്കരമായിട്ട് കുറവ് വരുത്തി, കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്, അതായത് നമ്മുടെ മെഷീൻസ് ടെക്നോളജീസ് ഒക്കെ വന്നു, അതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില കിട്ടുന്നില്ല, സർക്കാർ നിക്ഷേപം കൃഷിയിൽ നിക്ഷേപങ്ങൾ കുറഞ്ഞു, ഭക്ഷ്യവിളകളേക്കാൾ കൂടുതലായിട്ട് നാണ്യവിളകൾ കയറ്റുമതി ചെയ്യാനായിട്ട് തുടങ്ങി, അതങ്ങനെ ഭക്ഷ്യപ്രതിസന്ധി സൃഷ്ടിച്ചു. ഇനി വ്യാവസായിക മേഖലയിൽ എങ്ങനെയാണ്? വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോവാണ്, ഇന്ത്യൻ ബ്രാൻഡിന് അതിനൊരു 1000 രൂപയും നമ്മുടെ ചൈനീസ് ബ്രാൻഡിന് ഒരു 500 രൂപയും സംഭവം സെയിം ആണെങ്കിൽ നമ്മൾ മലയാളികളും മനുഷ്യരെ കുറഞ്ഞ വിലയിലേക്ക് പോകും അല്ലേ. അപ്പം വില കുറഞ്ഞ ഇറക്കുമതി നമ്മളെ ബാധിച്ചു. അതേപോലെ അവരുടെ അത്രയും പുറനാട്ടിലുള്ള രീതിയിലുള്ള ഒരു ടെക്നോളജീസ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കില്ലല്ലേ. ഭയങ്കര വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, ഇതൊക്കെ ഭയങ്കരമായിട്ട് വ്യാവസായിക മേഖലയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇനി തൊഴിൽ അവസരങ്ങൾ ഞാൻ പറഞ്ഞു, പല രീതിയിൽ GDP വർദ്ധിച്ചു, പക്ഷേ തൊഴിലവസരങ്ങൾ അത്ര വർദ്ധിച്ചില്ല. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണ് എത്ര യുവാക്കളാണ് പഠിച്ചിറങ്ങിയിട്ട് ജോലിയില്ലാതെ നടക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വളരെ വില കുറച്ചാണ് ഷെയർ വിറ്റഴിച്ചില്ലേ. അത് നമ്മുടെ രാജ്യം അങ്ങനെ എന്ത് സംഭവിക്കണം, ഭയങ്കരമായിട്ടുള്ള അഴിമതിക്കൊക്കെ കാരണമാകുന്നു. അങ്ങനെ ധനനയത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നികുതി പരിഷ്കരണം കൊണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ നികുതി ഭയങ്കരമായിട്ട് അവരുടെ ഒരു പ്രോഫിറ്റാണ് നികുതി അല്ലേ. അപ്പം അതെന്തായില്ല, സർക്കാരിന് വേണ്ടത്ര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ സാമൂഹ്യ നീതിയുടെയും ക്ഷേമത്തിൻ്റെയും കുറവ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പരിഷ്കരണ പരിപാടികൾ രാജ്യത്തിൻ്റെ നീതിയും ക്ഷേമവും കുറയ്ക്കുന്നതിന് കാരണമായി സ്വത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം നല്ല രീതിയിൽ വർദ്ധിച്ചു വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി SSCRTയിൽ ഒരു ചാപ്റ്ററൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, ക്ലാസ് കണ്ടതിന് ശേഷം വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.